നമ്മുടെ ഓണസദ്യയുടെ സാമ്പാർ വേണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സാമ്പാറാണ്, നല്ല കൊഴുത്ത സാമ്പാറാണ്. നമുക്ക് ഈ സാമ്പാർ എങ്ങനെയാണ് റെഡിയാക്കിയതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഓണസദ്യയുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് ഇതെല്ലാം. ഞാനിത് എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ട പരിപ്പ് ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ കണ്ടോ. പരിപ്പ് രാവിലെ വെള്ളത്തിൽ ഇട്ടിത് കുതിർന്നിട്ടുണ്ട്. ഞാനതൊരു ഗ്ലാസ്സിലോട്ട് ആക്കിയിരിക്കുകയാണ്. ഇനി ഞാൻ ഈ ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. കാരണം ഈ സാമ്പാറിൻ്റെ കഷ്ണവും ഈ പരിപ്പും കൂടി ഞാൻ ഒന്നിച്ച് കുക്കറിൽ വെക്കാനായിട്ടാണ്. കഷ്ണത്തിൻ്റെ കൂടെ ഞാൻ പരിപ്പ് ഇടുന്നില്ല, പരിപ്പ് വേറെയും സാമ്പാർ കഷ്ണവും വേറെയായിട്ട്, പക്ഷേ കുക്കറിനകത്ത് ഞാൻ ഒന്നിച്ച് വെക്കും. പിന്നെ ഞാൻ ദാണ്ട് നമ്മുടെ തക്കാളിപ്പഴവും വെണ്ടയ്ക്കയും വേറെ അരിഞ്ഞ് വെക്കുകയാണ്. അത് ഞാൻ കുക്കറിനകത്ത് ഇടത്തില്ല, നമുക്ക് ലാസ്റ്റ് അത് വഴറ്റി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കഷ്ണവും പരിപ്പും കൂടെ നമ്മുടെ കുക്കറിലിട്ടൊന്ന് ഒരു 3 വിസിൽ അടുപ്പിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വെന്ത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. വെന്ത് വാങ്ങി വെച്ചിട്ടുണ്ട്, എടുത്തിട്ടില്ല, ആവി പോയില്ല. ആ സമയത്ത് ഞാൻ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളിക്കയും വെണ്ടയ്ക്കയും നമുക്ക് വഴറ്റണം. അതിന് നമുക്ക് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് ഞാനെൻ്റെ തക്കാളിക്കും വെണ്ടയ്ക്കും ഇട്ട് കൊടുക്കുവാണ്. ഞാനൊരു 6 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു 3 മീഡിയം സൈസ് തക്കാളിപ്പഴമാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ മൊത്തത്തിലുള്ള കഷ്ണം എല്ലാം കൂടി ഒരു എന്താന്ന് പറഞ്ഞാലും ഒരു 10-12 പേർക്ക് ചോറിന് കൂട്ടാനായിട്ടുള്ള സാമ്പാറും ഉണ്ട്. നമുക്ക് നമ്മുടെ ഈ വെണ്ടയ്ക്കയും തക്കാളിക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ വെണ്ടയ്ക്കയും തക്കാളിക്കയും എണ്ണയിൽ വഴറ്റി ചേർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ നമുക്ക് വീട് വഴിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കഷ്ണങ്ങൾ, ഈ വെണ്ടയ്ക്കയും തക്കാളിക്കയും ബാക്കിയുള്ള സാമ്പാറിൻ്റെ കഷ്ണം എല്ലാം കൂടി ഇട്ട് നമുക്ക് ഒന്നിച്ച് വേവിക്കുകയോ കുക്കറിലിട്ട് ഒന്നിച്ചത് അടിച്ചെടുക്കുകയോ ചെയ്യാം. അപ്പം നമുക്ക് ഈ വെണ്ടയ്ക്കായൊക്കെ ഈ തക്കാളിയൊക്കെയൊക്കെ നന്നായിട്ടങ്ങ് വെന്ത് പോകും. ഈ വെണ്ടയ്ക്കയൊക്കെ വെന്ത് ഇതെല്ലാം പൊളിഞ്ഞങ്ങ് പോകും. അപ്പടി ഒരു വഴുവഴുപ്പായിരിക്കും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വഴറ്റി ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ തക്കാളിക്കയും വെണ്ടയ്ക്കയൊക്കെ അതുപോലെ തന്നെ, വെണ്ടയ്ക്കൊന്നും പൊടിഞ്ഞൊന്നും പോകത്തില്ല, ഇതുപോലെ കിടക്കും. നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിക്കും വെണ്ടയ്ക്കും നമ്മുടെ പാകത്തിന് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ സാമ്പാറിന് ആവശ്യമുള്ള മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി, ഞാൻ ഒരു സ്പൂണ് നിറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഞാൻ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് മുളക് പൊടി എരിവ് തീർത്ത് മതിയല്ലോ. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഒരു 3/4 സ്പൂണ് മുളക് പൊടിയെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്കിനി നമ്മുടെ സാമ്പാർ പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 സ്പൂണ് സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വെന്ത കഷ്ണം ഇട്ട് കൊടുക്കാവേ. നമ്മുടെ വെന്ത കഷ്ണം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് നമുക്ക് മുഴുവൻ അതിലേക്ക് മുഴുവൻ കഷ്ണവും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് കൂടെ, ഞാൻ കുക്കറിൽ തന്നെ ഗ്ലാസ്സിൽ വെച്ച പരിപ്പാണ്, നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പിന്നെ സാമ്പാറിൻ്റെ നമ്മുടെ ചാറ് കുറുകിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് പാകമാണ്. അതല്ല ഇച്ചിരി നല്ല ശകലം കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എനിക്കൊരല്പം കൂടെ വെള്ളം വേണം, അതുകൊണ്ട് ഞാൻ ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാറിന് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണത്തിൻ്റെ എല്ലാ ചാറും നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. എനിക്ക് ഈ തക്കാളിക്കയുടെ പുളി മതിയായതുകൊണ്ട് ഞാൻ പുളി വേറെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ ആ സ്വാദിനനുസരിച്ച് പുളി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ശകലം ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമുക്ക് പിഴിഞ്ഞ് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളച്ചോട്ടെ. നമ്മുടെ സാമ്പാർ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല കളറും ഒക്കെയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നോക്കിയിട്ട് നമുക്കൊരു അല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം കായപ്പൊടിയും കൂടെ. നമ്മുടെ സാമ്പാർ പൊടിക്കകത്ത് നല്ല കായം ഉള്ളതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ. എന്നാലും നമുക്ക് സാമ്പാറിന് കായപ്പൊടി ചേർത്തില്ലേ അതൊരിതല്ലേ, നമുക്കൊരല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ സാമ്പാർ വാങ്ങി വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് കടുക് താളിക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിന് കടുക് വറക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ ഇച്ചിരി വെള്ളമുണ്ട്, ആ വെള്ളം കൂടി ഒന്ന് പറ്റിക്കോട്ടെ. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ അല്പം തീ കുറച്ച് വെച്ചിട്ടുണ്ട്, കാരണം പാത്രത്തിൽ നമുക്ക് പുക കയറുന്നു. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള കടുകിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ചിലർക്കുണ്ടല്ലോ നമ്മുടെ സാമ്പാറിന് അധികം കളറില്ല, മുളക് പൊടിക്ക് കളർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടുക് വറക്കുന്ന കൂട്ടത്തിൽ ഒരു അല്പം മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുത്ത് കടുക് വറക്കുവാണെങ്കിൽ നമ്മുടെ സാമ്പാറിന് നല്ലൊരു കളറ് കിട്ടും. പക്ഷേ ഈ സാമ്പാറിന് കളറുള്ളത് കൊണ്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനിപ്പോൾ കളറ് കുറവാണെങ്കിൽ അങ്ങനെ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയറൊക്കെ ഒന്ന് ചെയ്യണം. എല്ലാവരുടെയും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടൊക്കെ ഒന്ന് ഇടണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ നമുക്കത് നികത്തി പോകാം. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ അതിൻ്റെ തൊട്ടുമേലുള്ള ഓൾ എന്ന ഓപ്ഷനിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓണസദ്യയുടെ അടുത്ത വിഭവമായി നമുക്ക് വരാം. ബൈ.